ഹലോ, ഇന്നത്തെ റെസിപ്പി ചിക്കൻ കുറുമയുടെയാണ്. ഇതിനാവശ്യമായിട്ടുള്ളത് 2 വലിയ ഉള്ളി, ഒരു തക്കാളിയുടെ പകുതി, 3 പച്ചമുളക്, അതിലോട്ട് കുറച്ച് ഇഞ്ചി, അതിലോട്ട് 5-6 അല്ലി വെളുത്തുള്ളി. ഇത് 3 നന്നായിട്ട് ചതച്ചെടുക്കുക. അതിനുശേഷം കടുക് വറുക്കുക. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇടുക. അതിലോട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ് എന്നുള്ള ഇടുക. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. നമ്മൾ ചിക്കൻ കറിക്ക് വരട്ടിയെടുക്കും പോലെ വേണം വരട്ടിയെടുക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ അതിലോട്ട് 5-6 കാഷ്യൂനട്ട് കുതിർത്തത് ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതൊരു 1/2 kg ചിക്കൻ്റെ കണക്കാണ്. ഈ വരട്ടിയ ഉള്ളിയിലോട്ട് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് നന്നായിട്ട് വേവിക്കുക. അതിനുശേഷം ഈ അരച്ച് വെച്ച പേസ്റ്റ് അതിലോട്ട് ഇടുക. അതിനുശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത്രയും കളർ മതിയെങ്കിൽ അത്രയും മതി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് എരി ആവശ്യത്തിനനുസരണം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മസാലപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല വേണമെന്നുള്ളവർക്ക് അങ്ങനെ, അല്ലാതെ ഗരം മസാല വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കുക. ഇത് നന്നായിട്ട് തിളച്ച് കുറുക്കി വന്നതിന് ശേഷം വീട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിക്കാം. അതിൻ്റെ കുറച്ചൊരു ടേസ്റ്റ് കൂടും. അപ്പോൾ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് മാറ്റി വയ്ക്കുക. തിളച്ച് കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കുക. അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിടുക. അതിനുശേഷം കടുക് വറുക്കുകയാണ് വേണ്ടത്. ഇതും ഓപ്ഷണലാണ്. ഇതിലോട്ട് വേണ്ടത് കുറച്ച് നെയ്യ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് കറിവേപ്പില. ഇതൊഴിച്ച് നന്നായിട്ട് ഇതിനെ കടുക് വറുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് അപ്പം വേണമെങ്കിൽ അപ്പം കഴിക്കാം, അല്ല ബെറോട്ട ആണെങ്കിൽ ബെറോട്ട കഴിക്കാം, ചപ്പാത്തി ആണെങ്കിൽ ചപ്പ. ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് അപ്പമാണ്. നല്ല ചൂട് അരികൊക്കെ മൊരിഞ്ഞെടുത്ത അപ്പവും അതിലോട്ട് ഈ കറിയും ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. ഇത് വീട്ടിൽ തന്നെ നമുക്ക് ബാച്ചിലേഴ്സിനും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം.